നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 1-ാം തീയതി നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു മാസം കൂടി കടന്നു വരികയാണ്. കൂടാതെ വർഷാരംഭവും. ഈ ഒരു ജനുവരി മാസത്തെ ജ്യോതിഷപ്രകാരം നോക്കിക്കാണുമ്പം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറഞ്ഞ മാസമായി ജനുവരി മാറുന്നതാണ്. അതായത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യമായി തീരാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ടെങ്കിൽ ഈ ജനുവരി മാസം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ ജനുവരിയിൽ സൗഭാഗ്യത്തിന്റെ കൊടുമുടി കയറുന്ന, സാക്ഷാൽ രാജയോഗം വരെ കിട്ടാൻ തക്ക യോഗമുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മനപ്രയാസങ്ങൾ തീർന്ന് ജീവിതത്തിൽ സന്തോഷം കൈവരുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. ഈ ജനുവരിയുടെ ഒരു തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച മനപ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ ജനുവരി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ തീർത്ത് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്ന മാസമാണ് ഈ പറയുന്ന ചിത്തിരയ്ക്ക് ജനുവരി മാസം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. ഈ കർഷകരായിട്ടുള്ളവര്, സ്വയം സംരംഭകര്, ബിസിനസ് ചെയ്യുന്നവര്, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച കിട്ടുന്ന ഒരു മാസമായിരിക്കും. കടവും ബാധ്യതയും ധനമിടപാടുകളിലുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ തീരുന്നതായിരിക്കും. മക്കളെ കൊണ്ട് ഒരുപാട് സന്തോഷം കടന്നു വരും. ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുകയും ചെയ്യുന്ന മാസമായി ഈ ജനുവരി മാസം 2025 ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. എല്ലാം കൊണ്ടും സൗഭാഗ്യമാണ്. തൊട്ടതൊക്കെ പൊന്നാകും. എൻ്റെ നാവ് പൊന്നാകട്ടെ, സത്യമായി തീരട്ടെ. ചിത്തിര നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 ജനുവരി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ തൊടുന്നതൊക്കെ വിജയമായി തീരുന്ന, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതെല്ലാം സക്സസ്ഫുൾ ആയി തീരുന്ന കാലമാണ്. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ. ഒരു കാര്യം ആഗ്രഹിച്ച് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഇവർക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് നേട്ടം കൊയ്യുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. പഠിക്കുന്ന മക്കളൊക്കെ അശ്വതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല സമയമാണ്. നല്ല വിജയങ്ങൾ കൊയ്യുന്ന സമയമാണ്. ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്ന സമയമാണ്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗമുണ്ട്. ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായിരിക്കും. തൊടുന്നതൊക്കെ വിജയം കൈവരിക്കുന്ന മാസമാണ് അശ്വതി നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം നല്ല രീതിയിൽ ഇവർക്ക് ധനം കൊയ്യാൻ സാധിക്കുന്ന, ധനപരമായിട്ട് നേട്ടം കൊയ്യുന്ന ഒരു മാസമായിരിക്കും. രാജയോഗ തുല്യമായിട്ടുള്ള പല അനുഭവങ്ങളും ഇവർക്ക് ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ജനുവരിയെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പം ഒരുപക്ഷെ ഏറ്റവും നേട്ടം കൊയ്യാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു നക്ഷത്രമായി പൂയം മാറുന്നതായിരിക്കും. ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉയർച്ച കിട്ടും. തൊഴിലിടത്തിൽ നിന്ന് ചില നല്ല ബന്ധങ്ങളും അതുപോലെയുള്ള ചില വളരെ അർത്ഥവത്തായിട്ടുള്ള ചില തീരുമാനങ്ങളും ഒക്കെ കൈക്കൊണ്ട് വിജയം നേടുന്ന ഒരു കാലമായിരിക്കും പൂയം നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. തൊഴിൽപരമായിട്ട് അംഗീകാരം, പ്രശംസ, പ്രശസ്തി, അവാർഡുകൾ ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ കൈവയ്ക്കുന്നതൊക്കെ പൊന്നാക്കി തീർക്കുന്ന നക്ഷത്രമായി പൂയം ഈ 2025 ജനുവരിയിൽ മാറുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയിച്ചു വരാൻ സാധിക്കുന്ന ഒരു വർഷമാണ്, ഒരു മാസമാണ് ജനുവരി 2025 എന്ന് പറയുന്നത്.
ഇവരുടെ ജീവിതത്തിൽ ചില പുണ്യ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പുണ്യ ഇടങ്ങളൊക്കെ സന്ദർശിക്കാൻ, ഒരുപാട് പ്രാർത്ഥനയിൽ മുഴുകാൻ, ഈശ്വര സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു മാസമായി ഈ 2025 ജനുവരി മാറുന്നതാണ്. ആ ഈശ്വരാധീനം തന്നെയാണ് ഇവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്താൻ പോകുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകും, കടങ്ങളും ബാധ്യതകളും തീരും, ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും. ഈ നക്ഷത്രക്കാർ മൂലം ആ വീടിന്, ഈ നക്ഷത്രക്കാരുള്ള വീടിന് എല്ലാ സന്തോഷങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിരക്കാരിയോ തിരുവാതിരക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ നാളുകാരുടെ ഐശ്വര്യം ആ വീടിനുണ്ട്. ആ പ്രഭയിലാണ് ആ വീട് നിൽക്കുന്നത് എന്നുള്ളത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ്. ജീവിതത്തിലെ ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ മാറി ഈ ഒരു 2025 നേട്ടം കൊയ്യുന്ന നക്ഷത്രമാണ് രോഹിണി. ആ രോഹിണിക്കാർക്ക് വർഷത്തിന്റെ ആദ്യം തന്നെ ഏറ്റവും സൗഭാഗ്യമാണ്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങള്, അംഗീകാരങ്ങള്, പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങള്, ഇതൊക്കെ നടക്കുന്ന സമയമായിരിക്കും ഈ ജനുവരി എന്ന് പറയുന്നത്. ചില സമ്മാനങ്ങള്, അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യത്തിന്റെ ഒരു കടാക്ഷം, ഭാഗ്യദേവതയുടെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ടുള്ള സമയമാണ്. ലോട്ടറിയൊക്കെ എടുത്താൽ പോലും അടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രം കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. വിവാഹ തടസ്സം, സന്താനയോഗം, ഈ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കും. മക്കൾ ഇല്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗം, വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനായിട്ടുള്ള യോഗമൊക്കെ ഈ ജനുവരിയിൽ, അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ കാര്യങ്ങൾ നടത്താനുള്ള യോഗം ഈ ജനുവരിയിൽ കാണുന്നുണ്ട്. വർഷത്തിലുടനീളം ആ ഐശ്വര്യം കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് പറയത്തക്ക രീതിയിൽ ഭാഗ്യാനുഭവങ്ങളും ഈശ്വരാധീനവും നിറയുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു 2025 ജനുവരി എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും തീരും. കടുത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരു സന്തോഷം കൈവരുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഷ്ട തൊഴിൽ ലബ്ധി, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ഇതൊക്കെ ഇവരെ തേടി വരും. വിവാഹം, പ്രണയസാഫല്യം, സന്താനഭാഗ്യം, ഇതിനൊക്കെയുള്ള യോഗവും കാണുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദംകാരനോ പുണർദംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ സന്തോഷം നൽകുന്ന ചില വാർത്തകൾ ഈ ജനുവരി 2025 തേടി വരുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഇവരിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിന്റെ ഒരു ഐശ്വര്യം മൂലം വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കുമാകാം എന്നുള്ളതാണ്. അപ്പൊ എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും പുണർദം നക്ഷത്രം എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മനപ്രയാസങ്ങളും ദുഃഖ ദുരിതങ്ങളും തീർന്ന് ജീവിതം ഒന്ന് പച്ച പിടിക്കുന്ന കാലമായിരിക്കും ഈ ജനുവരി 2025 എന്ന് പറയുന്നത്. കാര്യവിജയമുണ്ടാകും, ഇഷ്ടകാര്യ ലബ്ധി ഉണ്ടാകും, ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ ഭഗവാന്റെ കൃപയാൽ ഇവർക്ക് നടന്നു കിട്ടുന്ന ഒരു മാസമായിരിക്കും. കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കൈവരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു സമയമാണ് ഈ ജനുവരി മാസം. പ്രത്യേകിച്ച് ഈ വർഷം മുഴുവൻ അതിൻ്റെ ഒരു ഐശ്വര്യം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് അനുഭവിച്ച നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത്. ആ രേവതിക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈശ്വരാനുഗ്രഹം കൂടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സ്ഥാനമാനങ്ങൾ, തൊഴിലിൽ ഉയർച്ച, ഇവരുടെ പ്രവൃത്തി മേഖലയിൽ ചില അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ഉയർച്ച, ഇതൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അധികാര സ്ഥാനങ്ങൾ, ബന്ധുജനങ്ങളിൽ നിന്ന് ചില ഭാഗ്യം, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും കാര്യവിജയം, അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി വിജയിച്ചു കയറുന്ന ഒരു നക്ഷത്രമായിട്ട്
ഈ ഒരു രേവതി നക്ഷത്രം 2025 ജനുവരിയിൽ മാറുന്നതായിരിക്കും. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ഈ ജനുവരിയിൽ ഒരു നല്ല നേരം നോക്കി അങ്ങ് തുടങ്ങുക. രേവതിക്കാർക്കെല്ലാം മംഗളമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലംകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്തിൽ ഇവർക്ക് നല്ല അംഗീകാരങ്ങളും ഉയർച്ചയും കിട്ടുന്ന ഒരു സമയമാണ്. പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഒക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷയിലൊക്കെ വിജയം ഉറപ്പായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ടുള്ള യോഗമൊക്കെ ഈ ജനുവരിയിൽ കാണുന്നുണ്ട്. യാത്രകൾ പോകാൻ, യാത്രകൾ കൊണ്ട് ഒരുപാട് മനസ്സിന് സന്തോഷം നേടാൻ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം, തൊഴിലിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള യോഗം, വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യോഗം കാണുന്ന ഒരു സമയം. അങ്ങനെ എല്ലാം കൊണ്ടും സമസ്ത മേഖലയിലും നേട്ടം കൊയ്ത് രാജയോഗ സമമായിട്ട് വരുന്ന ഒരു നക്ഷത്രമാകും മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. മൂലംകാർക്ക് പൊതുവേ 2025 നന്നായി വരുന്നതായിരിക്കും. നന്നായി ഭവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പറയുന്നു. അപ്പൊ ഈ പറഞ്ഞ ഏകദേശം 9ഓളം നാളുകാരാണ് ഈ ജനുവരി മാസത്തിൽ നേട്ടം കൊയ്യുന്നത്. തീർച്ചയായിട്ടും രാജയോഗ സമമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും. നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.